ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം റൂബീസ് വേൾഡ്. എന്തൊക്കെയുണ്ട് ഫ്രണ്ട്സ്? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എൻ്റെ ഫുള്ള് ദിവസത്തെ വിശേഷങ്ങളൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആവും. അപ്പോൾ ഞാൻ ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ട് നാട്ടിൽ? മഴയൊക്കെ ഉണ്ടോ? ഇവിടെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല മഴയാണ്. അപ്പോൾ വൈകിട്ടും രാത്രിയിലാണ് മഴ പെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ വല്ലാണ്ട് മഴയൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ എന്നത്തെയും പോലെ നേരത്തെ എണീച്ച് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി കിടക്കാനൊന്നും ടൈമില്ല. സാധാരണ ഞാൻ സുബഹിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് ഖുർആനൊക്കെ ഓതിയിട്ട് വീണ്ടും ഒന്ന് ഉറങ്ങി എണീച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാറ്. ഇന്നിപ്പോൾ എനിക്ക് അത്യാവശ്യം കുറച്ച് ജോലിയുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഉറങ്ങിയാലൊന്നും നടക്കില്ല. അപ്പോൾ അങ്ങനെ ഞാൻ നേരെ കിച്ചണിലേക്ക് പോവുകയാണ്. കിച്ചണിൽ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇനിയിപ്പോൾ അവരൊക്കെ എണീറ്റിട്ട് വേണമല്ലോ ചായയൊക്കെ കുടിക്കാൻ. അപ്പോൾ ചായൻ്റെ മുമ്പായിട്ട് ഞാൻ ചോറ് വെക്കാമെന്ന് വിചാരിച്ച് ചോറ് തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിലേക്ക് വെച്ചാൽ അത് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനാകുമ്പോൾ റെഡി ആയിക്കോളൂ എന്ന് വിചാരിച്ചിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് അരിയൊക്കെ കഴുകിയിടുകയാണ്. അപ്പോൾ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മാവൊക്കെ നല്ല കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാനൊന്ന് നടക്കാൻ പോവുകയാണ്. സാധാരണ അങ്ങനെ പോലൊന്നുമില്ല കേട്ടോ, എപ്പോഴെങ്കിലുമൊക്കെ ഒരു തോന്നലാണ്. കാരണം എത്രയും പെട്ടെന്ന് ജോലി തീർക്കുക എന്നുള്ളൊരിത് അതിനെക്കൊണ്ട് നടക്കാൻ പോകുന്നതൊക്കെ കണക്കാണ്. അപ്പോൾ ഇന്ന് ഞാൻ നടക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതവിടെ നമ്മുടെ അടുത്ത വീട്ടിലുള്ളവർ കോലം വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് നേരം ഈ റോഡിനൊരു 2-3 റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കും, അത്രേ ഉള്ളൂ കേട്ടോ, അധികമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നടത്തൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നടക്കാനൊരു ഉഷാറ് തോന്നില്ല, കാരണം ജോലികൾ ഒരുപാടുണ്ട്. അപ്പോൾ നടത്തം നിർത്തിയിട്ട് നേരെ വീട്ടിൽ തന്നെ വന്ന് അപ്പോൾ അങ്ങനെ വീട്ടിൽ തന്നെ തിരിച്ചു വന്നു. പിന്നെ ഇനി ഇപ്പോൾ എന്തായാലും ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കാമെന്ന് വിചാരിച്ച് ചപ്പാത്തിയൊക്കെ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് ചുട്ട് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഇന്നിപ്പോൾ കറി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ രാത്രി തന്നെ കുറച്ച് അയിലൊക്കെ മുളകിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി തന്നെ ഇട്ട് വെച്ചുകൊണ്ട് തന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി കറിൻ്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. അപ്പോൾ അതൊക്കെ തലേദിവസം തന്നെ റെഡിയാക്കി വെച്ചുകൊണ്ട് ഇനി ചപ്പാത്തിയൊക്കെ ഒന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾക്ക് പിന്നെ ഓരോരുത്തർ എണീറ്റ് വരൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, കുട്ടികളൊക്കെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ ഫ്രഷായി ചായയൊക്കെ കുടിച്ചതിന് ശേഷം കമ്പനിയിലേക്കും പോയി മക്കൾ കളിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങി. പിന്നെ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പിന്നെയും എൻ്റെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ ഉച്ചത്തേക്ക് തലേ ദിവസത്തെ സാമ്പാർ ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ട്. പിന്നെ മീനൊക്കെ ഉണ്ടായതിനെ കൊണ്ട് തന്നെ പിന്നെ സാമ്പാർ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ വാഴത്തണ്ടും മുതിരയും വെച്ചിട്ടുള്ള ഒരു ഉപ്പേരിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വാഴത്തണ്ട് നാട്ടിലൊക്കെ വെറുതെ കളിയാണ്. ഇവിടെ ഞാൻ 10 രൂപ വെച്ചിട്ടാണ് കേട്ടോ ഈ ചെറിയ പീസ് വാങ്ങുന്നത്. അപ്പോൾ മുതിരയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. അത് വേവിക്കാൻ വെച്ച ടൈമിൽ നമ്മുടെ വാഴത്തണ്ടൊക്കെ ഞാൻ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഉച്ചത്തേക്ക് ഇറച്ചിയും മീനൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാൻ ഇനി കുറച്ചൊരു കോളിഫ്ലവർ ചില്ലിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഒരു കോളിഫ്ലവർ ഞാൻ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ അതിൽ ചെറിയ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചത്ത് പൊങ്ങി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു, അതിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി അഥവാ കാണാതെ എങ്ങാനും ഉള്ളിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ മഞ്ഞളും ഉപ്പിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് തിളപ്പിച്ചിട്ട് നല്ല കുക്കായി എടുക്കുകയൊന്നും വേണ്ട കേട്ടോ. തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ബാക്കി പൗഡറുകളും മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ സാധാ മുളകും പൊടി 1 സ്പൂണ്, പിന്നെ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഒക്കെ അവനവൻ്റെ ഇഷ്ടത്തിന് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഉപ്പിട്ട് ആദ്യം നമ്മളൊന്ന് തിളപ്പിച്ചതാണ്, ഓൾറെഡി അതിലുണ്ടാവും. പിന്നെ നമ്മൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ആവശ്യത്തിന് കുറച്ചും പാടെ ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക്, 1.5 സ്പൂണ് കോൺഫ്ലവർ, കുറച്ച് കറിവേപ്പില, 1 സ്പൂണോളം കടലമാവ്, പിന്നെ 1 മുട്ട, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇവയൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പുളിക്ക് വേണമെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം വേണമെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ പൊടിയും. അങ്ങനെ നമുക്കിത് കുറച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ എന്തായാലും ഇതൊരു മണിക്കൂറൊക്കെ വേണം റെസ്റ്റ് ചെയ്യാനായിട്ട്. നമുക്കിനി അപ്പോൾ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും
ഒരു മണിക്കൂറൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. ആ സമയം ഏതായാലും എനിക്ക് കുറച്ച് എൻ്റെ അലമാരിയൊക്കെ ഒന്ന് നീറ്റാക്കി വെക്കാണ്ടായിരുന്നു. ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ എൻ്റെ വെക്കാൻ്റെതും നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇടാനുള്ള മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിലുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ അന്ന് വീട് മാറുമ്പോൾ ബാഗിൽ നിന്ന് എടുത്തിട്ട് തന്നെ ഇല്ല. അതുപോലെ തന്നെ മക്കളതും തന്നെ അപ്പുറത്തൊരു നമ്മളെ ഡ്രസ്സിങ് ടേബിൾ ഉണ്ട്, അതിൽ അത്യാവശ്യം കുറച്ച് ഡ്രസ്സൊക്കെ വെക്കാൻ പറ്റിയൊരിതാണ്. അപ്പോൾ അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ വലിച്ചിട്ടിട്ട് എന്നെക്കൊണ്ട് പറ്റണ കാര്യമൊക്കെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുകളിലത്തെ ഇതിലുള്ളത് പാർട്ടി വെയർ ആണ്. അപ്പോൾ അത് ശരിക്കും മടക്കാൻ പറ്റില്ല, കുറച്ച് കട്ടിയും കനവും കല്ലും ഇതൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതൊക്കെ ഒരു അലങ്കോലമായിട്ട് തന്നെ അങ്ങനെ വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഞാൻ അത്യാവശ്യം നല്ല നീറ്റിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് അങ്ങനെ നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ഇനി അടിച്ചു വാരി തുടക്കട്ടെ എന്ന് നോക്കുമ്പോൾ അപ്പുറത്ത് ബോറ് കുത്തുന്നുണ്ട്, കുഴൽ കിണർ. അപ്പോൾ അത് എൻ്റെ പൊടി ഇതൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ ക്ലീൻ ചെയ്തിട്ട് കാര്യമല്ല. അപ്പം എന്തായാലും അതൊക്കെ കഴിഞ്ഞ് പോയിട്ട് വൈകുന്നേരമൊക്കെ റെഡിയാക്കുക വിചാരിച്ചിട്ട് എൻ്റെ പണി ആ തുടക്കണേയും അടിക്കണേയും പണി അവിടെ വെച്ച് പിന്നെ അങ്ങനെ വീണ്ടും കിച്ചണിൽ പോയിട്ട് നമ്മൾ കോളിഫ്ലവറൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അത് ആവശ്യത്തിന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. ഇവിടെയൊക്കെ തട്ടുകടയിൽ നിന്നൊക്കെ ലഭിക്കും ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് കച്ചപ്പൊക്കെ ഒഴിച്ച്, ടൊമാറ്റോ കച്ചപ്പൊക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വെറുതെ ഇരിക്കുമ്പോൾ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങളിത് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ കഴിച്ചിട്ട് തീർന്നിട്ടുണ്ടാവും അത്യാവശ്യം. പിന്നെ ചോറ് കഴിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ചൂടോടെ കച്ചപ്പും കൂട്ടി കഴിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ഞാൻ വീണ്ടും എൻ്റെ മൈക്രോ ഗ്രീൻസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അത് വെച്ചിട്ടൊരു തോരനൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഉണ്ടാക്കി ഇത് വെച്ച് തോരൻ വെച്ച് കഴിച്ചാൽ വീണ്ടും വീണ്ടും ഇത് ട്രൈ ചെയ്യും, അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇനി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അത് വെച്ചിട്ടൊരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ചെയ്യുമ്പോൾ കുറച്ചേ ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഇട്ടെങ്കിലേ നമുക്കൊരു ടൈം തോരൻ വെക്കാൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് അത്യാവശ്യം ഈ പ്രാവശ്യം ചെയ്തത് അത്യാവശ്യം നമുക്കൊരു ടൈം തോരൻ വെക്കാനുള്ളത്. അപ്പോൾ എന്തായാലും നല്ല കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഉച്ചത്തേക്കുള്ള ഫുഡും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഉച്ചവരെയുള്ള. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പീസും ഈ വ്ളോഗും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരും കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.